ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ വിഭവങ്ങളൊക്കെ കൂട്ടിയുള്ള രുചികരമായ നാടൻ ഉച്ചയൂണാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയ സാധനങ്ങളാണ്. ഇത് ചതുരപ്പയറാണ്. കപ്പയും 3 ഐറ്റം മീനും ഞങ്ങൾ വാങ്ങി. ഇന്ന് വാളമീനും ഞണ്ടും കണവയുമാണ് വാങ്ങിയത്. 250 രൂപയാണ് വാളമീനിന്. ഇതിനെ ചുണ്ണാമ്പ് വാളയെന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. 100 രൂപയ്ക്കാണ് ഞണ്ട് വാങ്ങിയത്. കണവ 200 രൂപയ്ക്കും. കപ്പ തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി വേവിച്ചെടുക്കാനാണ് പോകുന്നത്. കാന്താരി മുളക് ചമ്മന്തി ചേർത്ത് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാനും, ചോറിൻ്റെ കൂടെ ഇളക്കിയ കപ്പയും മീൻകറിയും ചേർത്ത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ കഴിക്കാനും, അങ്ങനെ 2 രീതിയിലാണ് കപ്പ തയ്യാറാക്കി എടുക്കുന്നത്. വെള്ളം നേരത്തെ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത കപ്പ 2 3 വെള്ളം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ വേകുന്ന സമയം കൊണ്ട് ആദ്യം കാന്താരി മുളക് ചമ്മന്തി റെഡിയാക്കാം. കാന്താരി മുളകും കല്ലുപ്പും ചെറിയൊരു പീസ് പുളിയും ചേർത്ത് ചതച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉള്ളിയും ചേർത്ത് ചതച്ചതിന് ശേഷം ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താൽ രുചികരമായ കാന്താരി ചമ്മന്തി റെഡിയായി. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കപ്പ ഇളക്കിയതും ഞണ്ട് റോസ്റ്റും വാളമീൻ കറിയും ചതുരപ്പയർ തോരനുമാണ് ഉണ്ടാക്കുന്നത്. ഞണ്ട് ക്ലീൻ ചെയ്യുന്നതും ഞണ്ട് റോസ്റ്റിൻ്റെയും ഞണ്ട് തോരൻ്റെയും വാളമീൻ കറിയുടെയും വീഡിയോ ഇതിനു മുൻപേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഞണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വാളമീൻ കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. ഈ മീൻ ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഇവിടെ തിരുവനന്തപുരത്ത് വാളമീൻ അഥവാ ചുണ്ണാമ്പ് വാളയെന്നാണ് അറിയപ്പെടുന്നത്. നല്ല മൂർച്ചയുള്ള പല്ലാണ് ഇതിനുള്ളത്. ആദ്യമേ തന്നെ ഇതിൻ്റെ പല്ല് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചെകിളപ്പൂക്കളും നമ്മുടെ കയ്യിൽ പറ്റിയാൽ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അതിനും നല്ല മൂർച്ചയുണ്ട്. ഈ മീനിൻ്റെ ചിറകും അതിൻ്റെ പുറത്തുള്ള ചുണ്ണാമ്പ് പോലെയുള്ള പാർട്ടും കഴുകി അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുക്കണം. കപ്പ ഇളക്കിയെടുക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് വാളൻ പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാം. ഇത് പഴയ പുളിയാണ്, അതുകൊണ്ടാണ് കറുത്ത കളറ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ പാത്രം അടച്ച് 1 മിനിറ്റ് അടുപ്പത്ത് വെച്ചിരിക്കാം. ചതുരപ്പയർ തോരനും വയ്ക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പയറിൻ്റെ തോരൻ. സീസൺ അനുസരിച്ച് കായ്ക്കുന്ന പയറാണ്. ചതുരപ്പയറിൻ്റെ കൂടെ സവാളയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോരനും മീനിനും എല്ലാം കറിവേപ്പില ആവശ്യമുണ്ട്. കറിവേപ്പിലയും കൂടെ എടുക്കാം. ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടായ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരണം, അതുവരെ ചൂടാക്കണം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 3 പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം.
സവാള നന്നായി വെന്ത് വരണം. ഇടയ്ക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇളക്കിയെടുക്കാം. പുളി കറുത്ത കളർ കൂടുതലായതുകൊണ്ട് കപ്പയ്ക്ക് നല്ല മഞ്ഞ കളർ വരില്ല. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അധികമായാൽ ആ മഞ്ഞളിൻ്റെ ടേസ്റ്റ് വരും. കപ്പ ഈ ഒരു കണക്കിനാണ് ഇളക്കിയെടുത്തിരിക്കുന്നത്. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ ഇതിന് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഞണ്ടും അരപ്പും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കാം. ഞണ്ട് റോസ്റ്റിന് തേങ്ങാപ്പാലും ആവശ്യമുണ്ട്. അരമുറി തേങ്ങയുടെ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് 1-ാം പാലും 1 ഗ്ലാസ് 2-ാം പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞണ്ടിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പൊടിച്ച മസാലയും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞണ്ട് ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വാളമീനും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വാളമീനിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങയും 2 തണ്ട് കറിവേപ്പിലയും ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞണ്ടും ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതും ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. വാളമീനിൽ അരപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വാളമീനിലേക്ക് 2 പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മീനിൽ ചേർക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തതിന് ശേഷമാണ് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. വറുത്തെടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ഈ സമയം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം. മീനിൻ്റെ പുറത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാളമീൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞണ്ടും നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഉപ്പോ എരിവോ ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വാളമീനും നന്നായി തിളച്ചിട്ടുണ്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് സ്പൂണിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ മീൻ മുഴുവനായി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വാളമീൻ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായി ചതുരപ്പയർ തോരനാണ് റെഡിയാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചതുരപ്പയറും സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. പയർ വെന്ത് കഴിഞ്ഞാൽ തോരനുള്ള അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. രുചികരമായ ചതുരപ്പയർ തോരനും റെഡിയായിട്ടുണ്ട്. വാളമീനും വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായിട്ടുണ്ട്. രാവിലെ തന്നെ അരി തിളപ്പിച്ച് തെർമൽ കുക്കറിൽ വെച്ചതാണ്. ഇപ്പോൾ ചോറ് ആയിട്ടുണ്ട്. അരി നന്നായി വെന്തിട്ടുണ്ട്.
മീൻ വിഭവങ്ങളും കപ്പയും കൂട്ടിയുള്ള വളരെ രുചികരമായ ഉച്ചയൂണ് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്